പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ ഒരു കർവ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് മനസ്സിലാക്കിയത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് 2 ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ ചെക്ക് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, sketch the graph r of t equal to cos ti plus sin tj where 0 less than or equal to t less than or equal to 2 pi. Second question, r of t equal to cos ti plus sin tj plus 2k where 0 less than or equal to t less than or equal to 2 pi. Okay, ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള വളരെ ചുരുക്കം പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. തന്നിട്ടുള്ള 2 ഗ്രാഫ് സ്കെച്ച് ചെയ്യണം. That is r of t equal to cos ti plus sin tj 0 less than or equal to t less than or equal to 2 pi. Second question, r of t equal to cos ti plus sin tj plus 2k. Okay, solution. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ r of t കിട്ടിയിട്ടുണ്ടെങ്കിൽ r of t equal to cos ti plus sin tj, ഇവിടെ ഐയുടെ കൂടെ ഉള്ളതാണ് എക്സ് ഓഫ് ടി അല്ലേ. അപ്പോൾ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പൊസിഷൻ വെക്റ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് ഐയുടെ കൂടെയുള്ള ടേം ആണ് എക്സ് ഓഫ് ടി, ദാറ്റ് ഈസ് എക്സ്. ജെയുടെ കൂടെയുള്ള ടേം ആണ് വൈ അല്ലെങ്കിൽ വൈ ഓഫ് ടി, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി. നെക്സ്റ്റ് വൈ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ് ഓഫ് ടി ഈക്വൽ ടു ആർ കോസ് ടി, വൈ ഓഫ് ടി ഈക്വൽ ടു ആർ സൈൻ ടി ആണെങ്കിൽ അതെന്താണ്, യൂണിറ്റ് സർക്കിൾ ആണ് അല്ലെ. ആർ ആണെങ്കിൽ ആർ റേഡിയസ് ഉള്ള സർക്കിൾ, ഇവിടെ ആർ ഈക്വൽ ടു 1 ആണ്. therefore തന്നിട്ടുള്ള ഗ്രാഫ് ഒരു യൂണിറ്റ് സർക്കിൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓറിയന്റേഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നെക്സ്റ്റ് ടി വാരി ചെയ്യുന്ന ടി ആംഗിൾ ആണ്, ദാറ്റ് ഈസ് ടി വാരി ചെയ്യുന്നത് 0 മുതൽ 2 പൈ വരെ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, r of t equal to തന്നിട്ടുണ്ട് r of t equal to cos ti plus sin tj plus 2k. That is from this x of t equal to cos t, y of t equal to sin t and z of t, three dimension 3D സ്പേസിൽ കിടക്കുന്ന ഒരു വെക്റ്റർ ആണ് ഇത്, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ഇത്. ദാറ്റ് ഈസ് x y z 3 കോർഡിനേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് z of t equal to 2 അല്ലേ. therefore സ്പേസിൽ കിടക്കുന്ന ഒരു സർക്കിൾ ആണ്, മറ്റ് അത് എക്സ് വൈ പ്ലെയിനിലെ ഒരു സർക്കിളിനെ 1 റേഡിയസ് ഉള്ള ഒരു സർക്കിളിനെ 2 ഡിസ്റ്റൻസിൽ പൊക്കി വെച്ചാൽ എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് z is equal to 2 ആണ്. therefore ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the coordinate of the point where the line r equal to 2 plus t I plus 1 minus 2 tj, next plus 3 tk intersect the xz plane. ഓക്കെ, 3D സ്പേസിൽ കിടക്കുന്ന ഒരു ലൈൻ ആണ് r of t, that is r equal to അല്ലെങ്കിൽ r of t, some function of t.
ആർ ഓഫ് ടി. ഓക്കെ, ഇത് എക്സ് ആക്സ്, നെക്സ്റ്റ് വൈ ആക്സ്, സെഡ് ആക്സ്. ദാറ്റ് ഈസ് ഇതിലൂടെ പാസ് ചെയ്യുന്ന, ഈ സ്പേസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് തന്നിട്ടുള്ള ആർ ഓഫ് ടി. അത് എക്സ് സെഡ് പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന, ഏതാണ് എക്സ് സെഡ് പ്ലെയിൻ? ഇതാണ് എക്സ് സെഡ് പ്ലെയിൻ അല്ലേ? ഈ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാനാണ്. അല്ലെങ്കിൽ ആർ ഓഫ് ടി എന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും ഈ എക്സ് സെഡ് എന്ന പ്ലെയിനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം, ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ, 3D സ്പേസിലെ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ സെഡ്, എക്സ്, വൈ ഈ 3 ആക്സും 3 പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എക്സ് സെഡ് പ്ലെയിന്, എക്സ് സെഡ് പ്ലെയിന്, നെക്സ്റ്റ് വൈ സെഡ് പ്ലെയിന്, സോറി വൈ എക്സ് പ്ലെയിന്, വൈ എക്സ് പ്ലെയിൻ, അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിൻ, നെക്സ്റ്റ് വൈ സെഡ് പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിൽ എപ്പോഴും വൈ ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് സെഡ് പ്ലെയിനിൽ എപ്പോഴും വൈ ഈക്വൽ ടു വൈ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എക്സ് വൈ പ്ലെയിനിൽ സെഡ് എപ്പോഴും 0 ആയിരിക്കും. അതുപോലെ തന്നെ വൈ സെഡ് പ്ലെയിനിൽ എപ്പോഴും എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. നമുക്ക് അറിയേണ്ടത് ആർ ഓഫ് ടി എന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ഈ ലൈൻ ഈ എക്സ് വൈ പ്ലെയിൻ, സോറി എക്സ് സെഡ് പ്ലെയിനുമായി ടച്ച് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഈ ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ആർ ഓഫ് ടി ഈക്വൽ ടു തന്നിട്ടുണ്ട് 2 + ti + 1 - 2tj + 3t + k അല്ലേ? ഇതിൽ നിന്ന് എക്സ് എന്താ എന്നറിയാം. എക്സ് ഈക്വൽ ടു 2 + t, y ഈക്വൽ ടു 1 - 2t ആൻഡ് z is equal to 3t. എക്സ് വൈ പ്ലെയിൻ, എക്സ് സെഡ് പ്ലെയിന് ടച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും? y ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? എക്സ് സെഡ് പ്ലെയിനിൽ ടച്ച് ചെയ്യുമ്പോൾ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് 1 - 2t ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് 2t ഈക്വൽ ടു 1 ആയിരിക്കും. ദാറ്റ് ഈസ് t ഈക്വൽ ടു 1/2 ആയിരിക്കും. ദാറ്റ് ഈസ് ടൈം t ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ ടിയുടെ വാല്യൂ 1/2 ആകുമ്പോഴാണ് ഈ പോയിന്റിൽ, ഈ y എന്ന പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നത്, സോറി എക്സ് സെഡ് എന്ന പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് y ഈക്വൽ ടു 0 ആണ്. കറസ്പോണ്ടിങ് എക്സ് കിട്ടണമെങ്കിൽ ടിക്ക് 1/2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 2 + 1/2, ദാറ്റ് ഈസ് 5/2. നെക്സ്റ്റ് z is equal to 3 × 1/2, that is 3/2. Therefore point ഏതാണ്? 5/2, 0 and 3/2. Simple question. ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ question എക്സാമിന് ചോദിക്കാറുണ്ട്. Next question. Let r of t equal to, let r of t equal to t square I plus e power tj minus 2 cos pi tk, 2 cos pi tk. Find t goes to 0 r of t. That is തന്നിട്ടുള്ള വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ t 0ലേക്ക് പോകുമ്പോൾ ഈ r of t എന്താ എന്നുള്ളത് കണ്ടുപിടിക്കണം. That is this equal to ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് t goes to 0 r of t എന്താണ്? t square I plus e raised to t j minus 2 into cos pi t k. This equal to limit t goes to 0 t square I minus, sorry, plus limit t goes to 0 e raised to tj minus 2 into limit t goes to 0 cos pi t into k. That is limit നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, that is limit if r of t equal to some x of ti plus y of tj plus z of t ആണെങ്കിൽ, z of tk ആണെങ്കിൽ ലിമിറ്റ് t goes to some x naught, this equal to into r of t, this equal to എന്താ? ഓരോന്നിനും ലിമിറ്റ്, ഈ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. That is limit t goes to x naught x of ti plus limit
t goes to x naught y of tj plus limit t goes to x naught z of t. Okay. Therefore, this equal to t goes to 0, t square, that is equal to 0 I plus next t goes to 0 e power 0, that is 1, that is j, 1 into j. Next minus 2 into limit t goes to 0, 0 into pi into 0, cos into 0 pi, that is cos 0, that is 1, that is 2k. That equal to j minus 2k. Okay. Next question. Find the limit t goes to 1. Find limit t goes to 1. 3 divided by t square, comma, log t divided by t square minus 1, comma, cos 3t. That is നമുക്ക് ഒരു വെക്ടറിനെ, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ, ദാറ്റ് ഈസ് ആർ ഓഫ് ടീനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഇങ്ങനെ സെഡ് ഓഫ് ടി കെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി. ഈ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. Therefore, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഈ ഒരു ഫോമിലുള്ള റെപ്രസെന്റേഷൻ ആണ്. ദാറ്റ് ഈസ് ഗിവൺ ദാറ്റ് സൊല്യൂഷൻ, ഗിവൺ ദാറ്റ് ആർ ഓഫ് ടി ഈക്വൽ ടു 3 divided by t square I plus log t divided by t square minus 1j plus cos 3t k. Okay, we have to find limit t goes to 1 r of t. Therefore, this equal to limit t goes to 1, 3 divided by t square I plus limit t goes to 1 log t divided by t square minus 1 plus limit t goes to 1 cos 3t k. Okay, that is this equal to first limit ഒന്നാമത്തേതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? that is limit t goes to 1, 3 divided by t square, that is 3 divided by 1 square I. Next plus limit t goes to 1 log 1 divided by രണ്ടാമത്തെ സെക്കൻഡ് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് എഴുതാൻ പോവാണ്. that is limit t goes to 1 log t divided by t square minus 1. limit t goes to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? log 1 divided by 1 minus 1, that is 0 by 0 ഫോം. എപ്പോഴാണ് 0 by 0 ഫോം വരുമ്പോൾ എന്താ ചെയ്യുക? ഇത് ഒരു ഇൻഡിറ്റർമിനൻസ് ഫോം ആണ്. 0 by 0 ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരുമ്പോൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എൽ ഹോസ്പിറ്റൽ റൂൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, വീണ്ടും എന്ത് ചെയ്യും? സെയിം ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Therefore, this equal to ഈ ഫോമുലാണ്. ഈ ഫോമുല വന്നതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോണത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തിനെ? log ടിയുടെ ഡെറിവേറ്റീവ്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, വീണ്ടും എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് 1 by t ഡിവൈഡഡ് ബൈ ഇതിന്റെ എന്ത് വരും? 2t അല്ലേ? എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? t goes to 1, 1 by 1 divided by 1 by 2, that's equal to 1 by 2. Therefore, second limit എന്ത് വരും? that is 1 by 2 j, 1 by 2 j, ഇവിടെ j ഉണ്ട്. നെക്സ്റ്റ് തേർഡ് പ്ലസ് t goes to 1 cos 3tk, that is cos 3k. Okay, that equal to 3i plus 1 by 2j plus cos 3k. വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ തന്നിട്ടുള്ള ആ ഫോം തന്നെ എടുത്ത് എഴുതാം. that is 3, 1 by 2, cos 3.
ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും എവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാലും സെയിം ആൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു തൊട്ട് മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. y ഈക്വൽ ടു എക്സ് സ്ക്വയർ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഇത് 1 1 എന്ന പോയിന്റ് ആണെങ്കിൽ എന്താണ് ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ആർ ഓഫ് ടി. എങ്ങനെ എഴുതാം? ഈ ഒരു റൂട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, പ്ലെയിനിൽ വരയ്ക്കുന്ന ഫംഗ്ഷൻ ആണ്. ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഫസ്റ്റ് എടുത്ത് എഴുതും. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു, ഇവിടെ ഫംഗ്ഷൻ y-യും വേരിയബിൾ ടിയുമാണ് അല്ലെ. therefore എക്സ് ഓഫ് ടിനെ ടി വിളിച്ചു, y ഓഫ് ടിനെ ടി സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് 0 to 1 ആണ് ടി വാരി ചെയ്യുന്നത് അല്ലെ. കാരണം എക്സ് നോക്കിയാൽ മതി, എക്സ് 0 0, എക്സ് എവിടെ വരെ എത്തി? 1 വരെ എത്തി. ദാറ്റ് ഈസ് എക്സ് 0-ൽ നിന്ന് 1 വരെ എത്തി. ദാറ്റ് ഈസ് ടി ഗോസ് ടു 0 to 1. ഇനി അപ്പൊ ഇതിനെ ആർ ഓഫ് ടി എങ്ങനെ എഴുതാം? ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ. ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ പൊസിഷൻ വെക്റ്റർ എന്നും വിളിക്കും. പൊസിഷൻ വെക്റ്റർ അഥവാ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ടി ഈക്വൽ ടു 0 അഥവാ ടൈം ഇനീഷ്യൽ ടൈമിൽ അത് ഈ ഒരു പോയിന്റിലായിരുന്നു. ടി ഈക്വൽ ടു 1 ആവുമ്പോൾ അത് ഈ ഒരു പോയിന്റിലെത്തി. ടി ഈക്വൽ ടു 1/2 ആണെങ്കിൽ അത് ഈ ഒരു പോയിന്റിലെത്തി ഉണ്ടായിരിക്കും അല്ലെ. 1/2 1/4 എന്ന പോയിന്റിലെത്തിണ്ടായിരിക്കും. കാരണം ടി 1/2 ആണെങ്കിൽ ടി സ്ക്വയർ ആണ് y, ദാറ്റ് ഈസ് 1/2 1/4. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ആ പാത്തിന്റെ പൊസിഷൻ ആണ് എന്ത്? ആർ ഓഫ് ടി, പൊസിഷൻ വെക്റ്റർ. ഒരു പാർട്ടിക്കിൾ ഇതിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾ എവിടെയാണോ എത്തിയിട്ടുള്ളത് അതിന്റെ കോർഡിനേറ്റ് കിട്ടും. അപ്പൊ ആർ ഓഫ് ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഒരു പോയിന്റിലാണ്, ടി ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ ഒരു പോയിന്റിലാണ്, ടി ഈക്വൽ ടു 1/3 ആകുമ്പോൾ ഈ ഒരു പോയിന്റിലായിരിക്കും, ടി ഈക്വൽ ടു 4/3 ആകുമ്പോൾ ഈ ഒരു പോയിന്റിലായിരിക്കും അല്ലെ. നെക്സ്റ്റ് ആർ ഓഫ് ടിനെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയാം. ഈ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് വെലോസിറ്റി? ദാറ്റ് ഈസ് ഡി ആർ, ഈ തന്നിട്ടുള്ള വെക്റ്ററിനെ, ദാറ്റ് ഈസ് ഏതാണോ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടിനെ ജസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാർട്ടാണ് ആർ ഓഫ് ടി എങ്കിൽ, അതായത് ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി എങ്കിൽ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ് വെലോസിറ്റി. വെലോസിറ്റി ഈക്വൽ ടു ജസ്റ്റ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് വി ഓഫ് ടി നമ്മൾ ഡിനോട്ട് ചെയ്യും. ആർ ഓഫ് ടി പൊസിഷൻ വെക്റ്റർ ആണെങ്കിൽ വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വി ഓഫ് ടി എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ആർ ഡിവൈഡ് ബൈ ടി ടി. ഓക്കെ, തന്നിട്ടുള്ള ആർ ഓഫ് ടി പൊസിഷൻ വെക്റ്ററിനെ ജസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ആക്സിലറേഷൻ? വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആക്സിലറേഷൻ. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ദിസ് ഈക്വൽ ടു എ ഓഫ് ടി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ദാറ്റ് ഈസ് എ ഓഫ് ടി ഈക്വൽ ടു ഡി സ്ക്വയർ ആർ ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ. ദാറ്റ് ഈസ് ആർ ഓഫ് ടിനെ ഡബിൾ ഡെറിവേറ്റീവ് ചെയ്യാം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡി വി ഓഫ് ടി ഡിവൈഡ് ബൈ ഡി ടി. ഓക്കെ, നെക്സ്റ്റ് വെലോസിറ്റി ആക്സിലറേഷൻ ഒരു ടേമും കൂടി ഉണ്ട്, സ്പീഡ് അല്ലെ. എന്താണ് സ്പീഡ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ് സ്പീഡ്. ദാറ്റ് ഈസ് സ്പീഡ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. ഓക്കെ, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷനും അതുപോലെ തന്നെ വെലോസിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ if r of t equal to sin t I plus cos tj plus tk, then find velocity vector v of t comma a of t comma and acceleration so speed. Okay, that is solution.
that is given that r of t നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പൊസിഷൻ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ വെലോസിറ്റി ആക്സിലറേഷൻ സ്പീഡ് നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, that is given that r of t equal to sin ti plus cos tj plus tk. Then velocity v of t equal to d by dt of r of t, that is equal to r dash of t, that is എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും, that is result if r of t equal to definition, if r of t equal to x of ti plus y of tj plus z of tk, then r dash of t അല്ലെങ്കിൽ dr by dt this equal to x dash of ti plus y dash of tj plus z dash of tk. അഥവാ ഓരോ കമ്പോണന്റിന്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. Okay, therefore ഇതെന്തായിരിക്കും dr by dt of r of t, dr by dt this equal to sin t യുടെ ഡെറിവേറ്റീവ്, that is cos ti minus sin t, cos t യുടെ minus sin t, that is minus sin tj, next tk, t യുടെ ഡെറിവേറ്റീവ് plus 1, that is k. Okay, ഇതാണ് velocity. Next acceleration, that is a of t, acceleration a of t this equal to again d, ഒന്നെങ്കിൽ v dash of t എന്ന് എഴുതാം, അല്ലെങ്കിൽ d square divided by dt whole square, dt square into r of t. Okay, this equal to r of t നമുക്ക് v of t കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് ഇതിനെ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്താൽ മതി, that is cos t യുടെ ഡെറിവേറ്റീവ് minus sin ti minus cos t j plus 1 ന്റെ ഡെറിവേറ്റീവ് 0, that is plus 0. Okay, that is minus sin ti minus cos tj. ഇതാണ് ആക്സിലറേഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് സ്പീഡ്, that is speed equal to mod v of t, വെലോസിറ്റി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് സ്പീഡ്. ഓക്കെ, എന്താണ് വെലോസിറ്റി വെക്ടർ, that is cos ti minus sin tj plus 1k. therefore മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും, that is if r of t result definition, if r of t equal to x of t I plus y of t j plus z of t k, then mod r of t equal to root of x dash of t whole square plus y dash of t whole square plus z dash of t whole square. Okay, അപ്പോൾ r of t നിങ്ങൾക്കൊരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് ഇതിലെ ഓരോ x y z ഇതിന്റെ ഓരോ കമ്പോണന്റിന്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ സ്ക്വയർ ചെയ്യാം. സോറി, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, that is x of t whole square plus y of t whole square plus z of t whole square. ഇതാണ് മോഡ് ആർ. നിങ്ങൾക്ക് എന്താണോ തന്നിട്ടുള്ളത് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഓഫ് ടി വി ഓഫ് ടി ആണ് സ്പീഡ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് സ്പീഡ്. എന്താണ് വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡാഷ് ഓഫ് ടി. ജസ്റ്റ് അതാണ് എനിക്ക് തൊട്ട് മുന്നേ ഞാൻ എഴുതിയത്. ഒരു ആർ ഓഫ് ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണോ എക്സ് ഓഫ് ടി, ആർ ഓഫ് ടി, എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി ആണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാലേ വി ഓഫ് ടി കിട്ടുള്ളൂ. അതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കിട്ടുള്ളൂ. therefore this equal to root of v of t നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. therefore v of t ഇതാണ് x dash of t, ഇതാണ് y dash of t, ഇതാണ് z dash of t.
Therefore v of t കിട്ടിയിട്ടുണ്ടെങ്കിൽ v of t യുടെ ഓരോ കമ്പോണന്റിന്റെയും സ്ക്വയർ ചെയ്താൽ മതി. That is cos square t plus minus sin t whole square, that is sin square t plus 1. Therefore root of 1 plus 1 plus 1, that's equal to root 3. Okay. Next. If r of t equal to, next question, if r of t equal to position vector equal to ti plus t square j plus t cube, okay, find v of t at t equal to 1, a of t at t equal to 1 and speed at t equal to 1. Okay, ഇവിടെ നമുക്ക് കറക്റ്റ് ആ വാല്യൂ കണ്ടുപിടിക്കണം. വെലോസിറ്റി ടൈം t ഈക്വൽ ടു 1 ആവുമ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണം. t ഈക്വൽ ടു 1 ആവുമ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അറ്റ് ടൈം t ഈക്വൽ ടു 1 സ്പീഡ് കണ്ടുപിടിക്കണം. Therefore given that solution, given that r of t equal to ti plus t square j plus t cube, okay. Next, velocity v of t equal to r dash of t and dr by dt. This equal to I plus 2tj plus 3t square k. Okay. Next, v of t at t equal to 1. This equal to t is 1 substitute കഴിഞ്ഞാൽ I plus 2j plus 3k. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. Second acceleration കണ്ടുപിടിക്കണം. That is a of t. A of t equal to at t equal to 1 substitute ചെയ്യുമ്പോൾ എന്ത് വരും? That is വീണ്ടും എന്ത് ചെയ്യണം? ഇത് v യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അല്ലേ? r double dash of t. ഇതാണ് r double dash of t അല്ലെങ്കിൽ v dash of t. This equal to 0i plus 2j plus 6tk. Therefore a of t at t equal to 1, this equal to 0i plus 2j plus 6k. That equal to 2j plus 6k. Okay. Next, ഇനി വേണ്ടത് at t equal to 1 സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് ഇക്വേഷൻ നമുക്കറിയാം. That is speed equal to mod v of t. That's equal to mod എന്താണ് v of t? That is 1 plus 2t j plus 3t square k. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. This equal to this equal to root of I യുടെ coefficient, that is 1 square plus j യുടെ coefficient, that is 2t whole square plus next k യുടെ coefficient, that is 3t square, not k, 3t square, that is 3t square whole square. Okay. This equal to root of 1 plus 4t square plus 9t raised to 4. We have to find speed at t equal to 1. Therefore root 1 plus 4 plus 9, that's equal to root 40. Okay. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ് പൊസിഷൻ വെക്റ്റർ. ഒരു പാർട്ടിക്കിളിന്റെ പാത്ത് r of t തന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ പൊസിഷൻ വെക്റ്റർ. ഓക്കെ. ഇനി ഒരു പൊസിഷൻ വെക്റ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്റ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് if given
r of t, then velocity equal to r dash of t. Next, acceleration of t equal to acceleration of t, r of t, that is a of t നമ്മൾ represent ചെയ്യും, a of t equal to r double dash of t. Next, speed equal to magnitude of velocity, that is v of t. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.